Dear students, please listen. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ്, അതായത് ട്രയൽ ബാലൻസിന്റെ പുറത്ത് അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് തന്നാൽ എങ്ങനെയാണ്, ഏത് അക്കൗണ്ടിലാണ് അത് ട്രീറ്റ് ചെയ്യുക, എങ്ങനെയാണ് അത് ആഡ് ചെയ്യലാണോ അല്ലെങ്കിൽ അത് ലെസ് ചെയ്യലാണോ, എന്താണ് അത് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരു പ്രത്യേകം ഷെഡ്യൂൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഷെഡ്യൂള് നന്നായിട്ട് ബൈഹാർട്ട് ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. ഇത് ചെയ്താൽ ഏത് അഡ്ജസ്റ്റ്മെൻറ്റ്, ഇപ്പോൾ 13 അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു 5 or 6 അഡ്ജസ്റ്റ്മെൻറ്റ് ആയിരിക്കും എക്സാമിന് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കൃത്യമായി ഓർത്തിരിക്കുകയാണെങ്കിൽ ആ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രത്യേകം നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ട് പ്ലീസ് ലിസൺ. അഡ്ജസ്റ്റ്മെൻറ്റ് നമ്പർ 1, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിൽ എക്സ്പെൻസിൻ്റെ കൂടെ ആഡ് ചെയ്യാം എന്ന് പറഞ്ഞാൽ, എക്സാമ്പിൾ റെന്റ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ആ റെന്റ് എന്ന് പറയുന്ന എക്സ്പെൻസിൻ്റെ കൂടെ ആ ഔട്ട്സ്റ്റാൻഡിംഗ് റെന്റ് എമൗണ്ട് എത്രയാണോ അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ അഥവാ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കറണ്ട് ലയബിലിറ്റിയിൽ കാണിക്കും. ദെൻ പ്രീപെയ്ഡ് എക്സ്പെൻസസ്. പ്രീപെയ്ഡ് എക്സ്പെൻസസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏത് ഐറ്റത്തിനാണോ അല്ലെങ്കിൽ ഏത് എക്സ്പെൻസിനാണോ നമ്മൾ പ്രീപെയ്ഡ് ചെയ്തിട്ടുള്ളത് അതിൽ നിന്നും കുറച്ച് കാണിക്കുന്നത്, അത് ലെസ് ചെയ്യുക. ദെൻ കറണ്ട് അസറ്റ്സിലാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കറണ്ട് അസറ്റിലാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ലോൺ എടുത്തതിന് ഇൻട്രസ്റ്റ് കൊടുക്കുക. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് ആണ്. കമ്പനി ഒരു ഹ്യൂജ് എമൗണ്ട് ഔട്ട്സൈഡേഴ്സിൽ നിന്നും കളക്ട് ചെയ്തു, അതിന് പെർ ഇയറിൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന സമയം അത് ഫിനാൻസ് കോസ്റ്റിലാണ് റൈറ്റ് ചെയ്യുക. ദെൻ എക്സ്പെൻസ് ഫിനാൻസ് കോസ്റ്റ്. ദെൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കറണ്ട് ലയബിലിറ്റിയിൽ ഫിനാൻഷ്യൽ ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. ദെൻ ഫോർത്ത് വൺ, ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് എക്സ്പെൻസ് ആണ് എന്നാണ് ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത്. അത് ട്രീറ്റ് ചെയ്യാനുള്ള കാരണം നമുക്കറിയാം, ന്യൂ വേർഷനിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഹെഡ് ഇൻകമാണ്. ദെൻ ടോട്ടൽ ഇൻകം, അതായത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലൂടെ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഇൻകം പ്ലസ് അതർ ഇൻകം കൂടി ആഡ് ചെയ്യുന്നു. അതിൽ നിന്നും എക്സ്പെൻസ് മൈനസ് ചെയ്യുന്നു. ആ എക്സ്പെൻസിനകത്താണ് ഈ ക്ലോസിംഗ് സ്റ്റോക്ക് വരുന്നത്. ദാറ്റ് മീൻസ് ചേഞ്ചസ് ഇൻ ഇൻവെന്ററീസ്, ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ കൂടുതലാണെങ്കിൽ കുറയ്ക്കേണ്ടി വരും. ദെൻ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ ആണ് കൂടുതലെങ്കിൽ ആ എക്സസ് എമൗണ്ട് എത്രയാണോ അത് നമ്മൾ എക്സ്പെൻസിൽ റൈറ്റ് ചെയ്യുന്നു. ദെൻ കറണ്ട് അസറ്റ്സിൽ ഇൻവെന്ററീസ് എന്ന് പറയുന്ന ഹെഡിലാണ് ബാലൻസ് ഷീറ്റിൽ വർക്കൗട്ട് ചെയ്യുക. ദെൻ പ്രൊവിഷൻസ്. പ്രൊവിഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതർ എക്സ്പെൻസസ് എന്ന് പറഞ്ഞ ഹെഡിൽ ട്രീറ്റ് ചെയ്യും. ദെൻ കറണ്ട് ലയബിലിറ്റിയിൽ ഫിനാൻഷ്യൽ ലയബിലിറ്റി എന്ന് പറഞ്ഞ ഭാഗത്ത് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യും. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഡിഡക്റ്റ് ഫ്രം പ്രോഫിറ്റ്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഈ എക്സ്ട്രാ ഓർഡിനറി പ്രോഫിറ്റിൽ നിന്നത് കുറച്ച് കാണിക്കണം ആ ടാക്സ് എമൗണ്ട്. ദെൻ കറണ്ട് ലയബിലിറ്റിയിൽ പ്രൊവിഷൻ എന്ന് പറഞ്ഞ ഹെഡിലാണ് ട്രീറ്റ് ചെയ്യുക. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് ആണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതർ എക്സ്പെൻസസിൽ ട്രീറ്റ് ചെയ്യുന്നു. ദെൻ സൺട്രി ഡെറ്റേഴ്സിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് കാണിക്കുന്നു. ടോട്ടൽ ഡെറ്റേഴ്സ് എത്രയാണോ ഉള്ളത് ആ ഡെറ്റേഴ്സിൽ നിന്നും ഈ കൺസേൺഡ് ഡിഡക്റ്റ് ചെയ്യേണ്ട എമൗണ്ട്, അതായത് ഡൗട്ട്ഫുൾ ആയി കിടക്കുന്ന എമൗണ്ട് എത്രയാണോ അത് ഡിഡക്റ്റ് ചെയ്ത് കാണിക്കുന്നു. ദെൻ അക്രൂഡ് ഇൻകം. അക്രൂഡ് ഇൻകം മീൻസ് ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്. കമ്പനിക്ക് ഏൺ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, കമ്പനീൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എഴുതി ചേർക്കാൻ എത്തിയിട്ടില്ല. സോ അതർ ഇൻകം എന്ന് പറഞ്ഞ ഹെഡിൽ ആഡ് ചെയ്തു പോകുന്നു. ദെൻ കറണ്ട് അസറ്റ്സിൽ ട്രീറ്റ് ചെയ്യുന്നു. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കറണ്ട് അസറ്റിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ അതർ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. ദെൻ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അഡ്വാൻസ് ആയിട്ട് ഒരു ഹ്യൂജ് എമൗണ്ട് കമ്പനി കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കറണ്ട് ഇയറിലെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയണമെങ്കിൽ, കറണ്ട് ഇയറിലെ ബാലൻസ് ഷീറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറിയണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് ഈ എമൗണ്ട് കുറച്ച് കാണിക്കേണ്ടി വരും. അതുകൊണ്ട് അതർ ഇൻകത്തിൽ നിന്ന് ലെസ് ചെയ്യുന്നു, കറണ്ട് ലയബിലിറ്റിയിൽ റൈറ്റ് ചെയ്യുന്നു. ദെൻ ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷനും ടാഞ്ചിബിൾ അസറ്റ് ആണെങ്കിൽ ഡിപ്രീസിയേഷനും, ഇൻടാഞ്ചിബിൾ അസറ്റ് ആണെങ്കിൽ അമോർട്ടൈസേഷനും. സോ എങ്ങനെയായിരുന്നാലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എക്സ്പെൻസ് ആണ്. അങ്ങനെ ഹെഡ് തന്നെ ഉണ്ട്, ഡിപ്രീസിയേഷൻ ഉണ്ട്.
ഡിപ്രിസിയേഷൻ ഓർ അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞ എക്സ്പെൻസിൽ റൈറ്റ് ചെയ്യുന്നു. നോൺ കറണ്ട് അസറ്റിൽ അത് ലെസ് ചെയ്ത് കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റ് നേച്ചറിൽ ഏത് ഫിക്സഡ് അസറ്റിനാണോ ഡിപ്രിസിയേഷൻ ഉള്ളത് ആ കൺസേൺഡ് അസറ്റിൽ നിന്നും അതിന്റെ വാല്യൂ കുറച്ച് കിട്ടും. അതായത് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് എന്ന് പറയുന്ന ഐറ്റത്തില് ഇപ്പോൾ ഫർണിച്ചറിനാണ് 10% ഡിപ്രിസിയേഷൻ ഉണ്ടെങ്കിൽ ഫർണിച്ചറിന്റെ വാല്യൂ എത്രയാണോ ഗ്രോസ് വാല്യൂ എത്രയാണോ അതിൽ നിന്നും ഡിപ്രിസിയേഷൻ കഴിച്ച് ബാക്കി നെറ്റ് എമൗണ്ട് മാത്രമേ എന്തിൽ എഴുതാൻ പാടുള്ളൂ, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ റൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. ദെൻ TDS ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ദെൻ അതർ ഇൻകത്തിന്റെ കൂടെ ആഡ് ചെയ്ത് പോകും. കറണ്ട് അസറ്റ്സിൽ കറണ്ട് ടാക്സ് അസറ്റ് അങ്ങനെ ഒരു ഹെഡ് ഉണ്ട്, കറണ്ട് ടാക്സ് അസറ്റ്. അപ്പൊ ആ കറണ്ട് ടാക്സ് അസറ്റിൽ റൈറ്റ് ചെയ്ത് പോകുന്നു TDS ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ദെൻ ട്രാൻസ്ഫർ ടു റിസർവ് കറണ്ട് ഇയർ പ്രോഫിറ്റിൽ നിന്ന് സർട്ടൺ പോർഷൻ റിസർവിലേക്ക് മാറ്റി വെക്കുന്നു. അപ്പൊ റിസർവിലേക്ക് മാറ്റി വെക്കുമ്പോൾ അതർ ഇക്വിറ്റിയിലാണ് എന്ത് ചെയ്യാണ്ടാവുക, ഇത് ആഡ് ചെയ്യുക. അതർ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ റിസർവ് ആൻഡ് സർപ്ലസ് ആണ്, റീറ്റെയിൻഡ് ഏർണിങ്സ് ആണ്, ഷെയർ പ്രീമിയം ആണ്, ഈ പറയുന്നതൊക്കെ വരുന്നതാണ് അതർ ഇക്വിറ്റിയിൽ. അപ്പൊ അതർ ഇക്വിറ്റിയിൽ റൈറ്റ് ചെയ്ത് പോകുന്നു. ദെൻ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി എന്ന് പറയുന്ന ഹെഡിലാണ് പിന്നെ ഈ പറയുന്ന ട്രാൻസ്ഫർ ടു റിസർവ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. അത് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതാറില്ല. ദെൻ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് അഥവാ CDT കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് കറണ്ട് ലാബിലിറ്റി എന്ന് പറയുന്ന ഹെഡിൽ പ്രൊവിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കാണിക്കുന്നു ബാലൻസ് ഷീറ്റിൽ. ദെൻ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിലും എഴുതി കാണിക്കുന്നു. ബേസിക് റേറ്റ് 15% ആണ്. CDTന്റെ ബേസിക് റേറ്റ് ആണ് 15%. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇത് ഒരു ഒത്തിരി ടൈം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വായിച്ച് ഒന്ന് റിമൈൻഡ് ചെയ്ത് വെക്കുക. ഓരോ ഐറ്റം ഇതിൽ ഏതെങ്കിലും 5 or 6 ഐറ്റം സെലക്ട് ചെയ്തിട്ടാണ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഉണ്ടാവുക. ഇതിൽ ഒരു ഫിഗർ തരും. അപ്പോൾ ഈ ഫിഗർ തരുമ്പോൾ ഇതിൽ ഏത് അക്കൗണ്ടിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്, ഏത് ഹെഡിലാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ അഡ്ജസ്റ്റ്മെന്റിന്റെ ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ.